നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആയിരത്തി 1990കളുടെ അവസാനത്തിൽ ഒരു ക്രിസ്ത്യൻ ഡിവോഷൻ ആൽബത്തിന് വേണ്ടി റെക്കോർഡ് ചെയ്യപ്പെട്ട ആത്മാവിനാഴങ്ങൾ എന്ന പാട്ടാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സണ്ണി സ്റ്റീഫനാണ്. നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിന്റെ സ്നേഹം നിറഞ്ഞ തലോടലായി എൻ്റെ ഈശോയേ, രുധിരം കലർന്ന നിന്റെ കരുണ കടാക്ഷമൊന്നിൻ ഹൃദയം കവർന്നതല്ലേ ഇന്നീ ആനന്ദം. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിന്റെ സ്നേഹം നിറഞ്ഞ തലോടലായി എൻ്റെ ഈശോയേ. ഒരു താരാട്ട് പാട്ടുമാതിരി മനോഹരമായ ഈ വരികൾ തന്ന അച്ഛന് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇങ്ങനെയൊരു പാട്ട് അച്ഛൻ്റെ ഒരു ധ്യാനത്തിനാണ് ഞാൻ ആദ്യം ഇത് കേട്ടത്. പക്ഷേ ഇതൊരു ആൽബത്തിൽ ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അച്ഛൻ്റെ ഒരു ടൈറ്റിൽ ഒരു ഇങ്ങനെ വേറൊരു പാട്ടുണ്ടെന്നൊക്കെ ഒരു കൺഫ്യൂഷനുണ്ട്. അതിനെപ്പറ്റി അച്ഛനൊന്ന് വിശദീകരിക്കാമോ? ഈ പാട്ടിനെ കുറിച്ച് ചോദിച്ചത് എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഈ പാട്ടിൻ്റെ പശ്ചാത്തലം ഒന്ന് അറിയുന്നത് നല്ലതാണ്. സംഗീത സംവിധായകൻ നടന്ന ഒരു ട്യൂണിലേക്ക് എഴുതിയ പാട്ടാണിത്. ട്യൂണിലേക്ക് എഴുതുമ്പോൾ തന്നെ ചില പാട്ടുകൾക്ക് നമുക്കറിയാമല്ലോ, ദയാസാഗര നീ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം വേണം, അല്ലെങ്കിൽ തൃക്കൈകളിൽ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം വേണം എന്നൊക്കെ പറയുന്നത് പോലെ ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം എന്ന് പാടിയിട്ട് അച്ഛാ ഈ വരികൾ നിലനിർത്തിക്കൊണ്ട് അപ്പുറം അങ്ങ് എഴുതാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് എനിക്ക് ട്യൂൺ തരുന്നത്. അപ്പോൾ ആ ട്യൂണിൽ അദ്ദേഹം ഇങ്ങനെ ആലപിച്ചപ്പോൾ ഞാൻ അതിനപ്പുറം അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എൻ്റെ ഈശോയെ എന്ന് തുടങ്ങി അതങ്ങ് എഴുതുമായിരുന്നു. പാട്ടെഴുതി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തോന്നി. സംഗീത സംവിധാനം പറഞ്ഞു വളരെ നന്നായിരിക്കുന്നു. പിന്നെ അത് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഈ പാട്ട് കിട്ടിയല്ലോ. പാട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ധ്യാനങ്ങളിൽ, അന്ന് ധാരാളം ധ്യാനങ്ങൾ നടക്കുന്ന സമയം, അങ്ങനെ പല ധ്യാനങ്ങൾക്കും ഇത് പാടി, എൻ്റെ ഗായകൻ പാടി അങ്ങനെ കൊണ്ടുനടന്നത്. പക്ഷെ പിന്നീട് ഇത് ഒരു ആൽബത്തിലും ഈ പാട്ട് റിലീസായില്ല. ഞാനതാ പറഞ്ഞത്. അങ്ങനെ ആൽബത്തിലൊന്നും റിലീസാകാതെ വന്നപ്പോൾ ആദ്യമൊക്കെ എനിക്ക് അല്പം ഒരു ദുഃഖം തോന്നി, ഈ പാട്ട് നല്ലതായിട്ട് എന്ത് വരാത്തത്. അപ്പോൾ പിന്നീട് അറിഞ്ഞു ഈ ആദ്യ വരികൾ വെച്ച് വേറൊരു പാട്ട്, ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞ നിൻ ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്ന ആ വരികളിൽ വേറൊരു പാട്ടുണ്ട്. പല്ലവി അനുപല്ലവിയൊക്കെ മാറിപ്പോയി. അതെ അതെ, ഈ ഇത്രയും വരികൾ നിലനിർന്നുകൊണ്ട് വേറൊരു പാട്ടുണ്ടായി. അതൊരു ആൽബത്തിൽ വരികയും ചെയ്തു. അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചു, ആ പാട്ട് എൻ്റെ പാട്ടായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പലരും അത് പനശീകരച്ചൻ്റെ പാട്ടാണെന്ന് പറയുന്നു. പക്ഷെ എൻ്റെതല്ലാത്തൊരു പാട്ട് എൻ്റെതാണെന്ന് പറയുന്നതിനകത്തൊരു വേദന. എന്നാൽ എൻ്റെ ഒരു പാട്ടുണ്ട് താനും, അതൊരാൽബത്തിലും വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ എൻ്റെ ആ വേർഷൻ, എൻ്റെ ലിറിക്കൽ വേർഷൻ ഒന്ന് പുറത്ത് ആളുകൾക്ക് എത്താൻ ഒരവസരം ഉണ്ടായി. അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. നല്ല കാര്യം വെച്ചാൽ. പക്ഷേ അന്ന് വന്ന പാട്ട് വളരെ മനോഹരമാണ് കേട്ടോ. ആ പാട്ടിന് ഒരു കുറവുമില്ല. പക്ഷേ എൻ്റെ ആശയങ്ങൾ, എൻ്റെ വരികൾ വേറൊരു വേർഷനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ വേർഷൻ ഇപ്പോൾ ഒന്ന് കാണാൻ അല്ലെങ്കിൽ ഒന്ന് അറിയാൻ ഇടയാകുന്നു എന്നുള്ള സന്തോഷം എനിക്കുണ്ട്. എനിക്ക് ഈ പാട്ടിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഈ രുധിരം എന്നുള്ളൊരു വാക്ക് അതിനകത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. രുധിരം കലർന്ന നിന്റെ കരുണ കടാക്ഷമൊന്നൻ ഹൃദയം കവർന്നതല്ലേ ഇന്നീ ആനന്ദം. കാരണം എന്തുകൊണ്ട് ചോര അല്ലെങ്കിൽ
അങ്ങനെയൊക്കെ പറയുന്നില്ലല്ലോ. ഈ രുധിരം എന്നുള്ള വാക്കിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് രുധിരം എന്ന വാക്ക് പ്രയോഗിക്കാൻ മീറ്ററിങ് മാത്രമല്ല എന്നെ പ്രേരിപ്പിച്ചത്. രുധിരം എന്നതിന് പകരം ചെഞ്ചോര എന്ന് എഴുതിയാലും മീറ്റർ വെക്കും. പക്ഷെ രുധിരം എന്ന് പറയാൻ കാരണം, രുധിരം എന്ന വാക്കിൻ്റെ വ്യുൽപ്പത്തി കിടക്കുന്നത് ചർമ്മത്തിന് അടിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ രക്തം പുറത്തു വരുന്നതിനെയാണ് രുധിരം എന്ന് പറയുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ വളരെ ഫ്രഷായ ജീവനുള്ള അങ്ങനെ ചിന്തിക്കൊണ്ടിരിക്കുന്ന രക്തം. അപ്പോൾ ഈശോയിലേക്ക് നോക്കുമ്പോൾ, നമ്മൾ പീഡാസഹനത്തിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ജീവനുള്ള രക്തമാണ്. അല്ലാതെ എവിടെയെങ്കിലും തറയിൽ വീണ് കിടക്കുന്ന രക്തമോ അല്ലെങ്കിൽ നേരത്തെ വന്ന് പറ്റിപ്പിടിച്ച രക്തമോ നമുക്ക് വേണേൽ രക്തം എന്ന് പറയാം. പക്ഷേ ആ രക്തം ജീവനില്ലാത്ത അവസ്ഥയിൽ ഉള്ളതും രക്തമാണ്. ഈ തുണിയിൽ രക്തം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അതൊരു രക്തക്കറയാണെങ്കിലും രക്തം പറ്റിയെന്ന് പറയാം. പക്ഷെ രുധിരം എന്ന് പറയുമ്പോൾ അത് ചർമ്മത്തിനടിയിലൂടെ ഇങ്ങനെ ജീവനുള്ള പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന രക്തം പുറത്തേക്ക് നിർഗമിക്കുന്ന രക്തമാണ്. അപ്പോൾ ആ ഒരു ആശയം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഇതിൻ്റെ ഈ ട്യൂൺ വൈസ് രണ്ടും ഒന്നായതാണ് ഈ കൺഫ്യൂഷന് ഇടയായത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരേ ട്യൂണിൽ രണ്ട് പാട്ട് വന്നിരിക്കുന്നു. അത് പലപ്പോഴും വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ എൻ്റെ തന്നെ ഉണരമി ആത്മര, അതെ, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. അത് രണ്ട് ലിറിക്സ് ഉണ്ടായിരുന്നു. രണ്ട് ലിറിക്സ് ഉണ്ട്. എൻ്റെ ഒരു പാട്ടിന് ഞാൻ ലിറിക്സ് എഴുതി അതേ ട്യൂണിൽ തന്നെ PK ഗോപി ലിറിക്സ് എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എൻ്റെ ഒരു പാട്ട് വിരളിയാനിക്കിലച്ചൻ ട്യൂണിട്ടിട്ടുണ്ട്, കരപ്രസാദ കാലം എന്നൊരു പാട്ട്. അത് സണ്ണിക്കറിയാമല്ലോ. അറിയാം. അതുപോലെ തന്നെ സണ്ണി സ്റ്റീഫനും വരപ്രസാദ കാലത്തിന് വേറൊരു ട്യൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരേ ഗാനത്തിന് രണ്ട് ട്യൂൺ ഉണ്ടാവുക, ഒരേ ഈണത്തിൽ രണ്ട് പാട്ട് വരിക, അത് സംഗീത രംഗത്ത് അല്ലെങ്കിൽ സിനിമാ രംഗത്തും വന്നിട്ടുള്ളതല്ലേ. ധാരാളമുണ്ട്. അപ്പോൾ ശോകമായിട്ട് പാടിയ പാട്ട് വേറൊരു പത്തോസിൽ പാടി കേട്ടത് വേറൊരു ഒരു ഫീലിംഗ് കേട്ടിട്ടുണ്ട്. ധാരാളമുണ്ട്. യേശുവിൻ്റെ ഈ രക്തം പൊടിയുന്ന കണ്ണുകളിലൂടെയുള്ള ആ കൃപാകടാക്ഷം, അതല്ലേ അച്ഛൻ ഉദ്ദേശിച്ചത്? അതെ. അതായത് ആ കൃപാകടാക്ഷം കരുണാകടാക്ഷമാണ്, ഒരു ദയാകടാക്ഷമാണ്. പക്ഷെ അത് സഹനത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ടുള്ള കടാക്ഷമാണ്. വേദനിപ്പിച്ചവരെ അവരെ വാത്സല്യത്തോടെ നോക്കുന്ന, കരുണയോടെ നോക്കുന്ന ഒരു കടാക്ഷമാണ്. അപ്പം ആ കടാക്ഷം ഒരാളുടെ ഹൃദയം കവരുന്ന സ്നേഹമാണ്. അപ്പം അവിടെ ഭയത്തിന് യാതൊരു സ്ഥാനവുമില്ല. അങ്ങനെ ഒരു കടാക്ഷം എന്ന് പറയുന്നത് വേദനിപ്പിച്ചിട്ടും മുറിപ്പെടുത്തിയിട്ടും ആ മുറിപ്പാടിൻ്റെ രക്തം കണ്ണിലൂടെ ഒഴുകി നനഞ്ഞു നിൽക്കുമ്പോഴും ആ കടാക്ഷത്തിന് കാരുണ്യമാണ്. അപ്പോൾ ആ കരുണാകടാക്ഷം ഒരാളുടെ ഹൃദയം കവരുന്ന, നേടിയെടുക്കുന്നതാണ്. ഹൃദയം കവരുക എന്ന് പറഞ്ഞാൽ ഒരാളെ നേടിയെടുക്കുന്നത്. ഈശോയുടെ ആ നോട്ടം ഇത് തന്നെയാണ് പത്രോസിൻ്റെ കാര്യത്തിലും. ആ പത്രോസിനെ ഈശോ നോക്കിയില്ലേ, ആ നോക്കിലേ ശോക സൗമ്യതയാൽ ആഴങ്ങളെ യേശു പുൽകി നിന്നു, ആത്മതാപമേറ്റ് ശമയൻ കണ്ണുനീർ വാർത്തു എന്ന് പറയുന്ന ആ നോട്ടം അത് തന്നെയാണ് ഈ രുധിരം കലർന്ന നിൻ്റെ കരുണാകടാക്ഷം ഒന്നൻ എന്ന് പറയാൻ കാരണം, ഇപ്പോൾ കുരിശിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു പ്രത്യേക മോമെൻറ്റിലായിരിക്കാം ഒരാളെ സ്പർശിക്കുന്നത്. എനിക്കറിയാം, വെറുതെ കുരിശിലേക്ക് നോക്കി ആ പീഡാസഹനത്തിൻ്റെ ദൃശ്യത്തിലേക്ക് നോക്കി എത്രയോ പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേക അവസരത്തിൽ നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു സ്പർശനം കിട്ടി. അപ്പം കർത്താവ് നോക്കിയ ആ നോട്ടം ഒരാളിൽ പതിക്കുന്നു. ആ നേരത്തെ അത് ഹൃദയം കവരുന്ന ഒരു നോട്ടമാണ്, വീണ്ടെടുക്കുന്ന, സ്വന്തമാക്കുന്ന ഒരു നോട്ടമാണ്. അപ്പോൾ സ്നേഹത്തിന് മാത്രമേ, കരുണാകടാക്ഷത്തിന് മാത്രമേ ഒരാളെ നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത. അത് വളരെ ക്ലിയർ ആയിച്ചോ. നമുക്കിതിൻ്റെ അനുപല്ലവിയിലോട്ടൊന്ന് പോവാം. വിളിച്ചുവെന്നാൽ
എന്തൊരാശ്ചര്യം, എന്തൊരാശ്ചര്യം. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യസ്നേഹം, നിറഞ്ഞ തലോടലായി എൻ്റെ ഈശോയേ. രുധിരം കലർന്ന നിന്റെ കരുണാ കടാക്ഷമൊന്നിൻ ഹൃദയം കവർന്നതല്ലേ ഇന്നീ ആനന്ദം. അനുവലിലേക്ക് വരുമ്പോൾ പലനാൾ നാഥൻ എന്നെ നോക്കിയെന്നാൽ ദൂരേക്ക് മാറി ഞാൻ തൊഴുതു നിന്നു. അന്നൊക്കെ ഈ എന്നിൽ ശിക്ഷിക്കും ഈശ്വര സങ്കല്പം ആശങ്കവാകി. അതൊരു ആശ്ചര്യകരമായ കാര്യമാണ്. കാരണം ദൈവത്തെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന ധാരണ ഒരു ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ധാരണയാണ്. അതുകൊണ്ട് നാഥൻ എന്നെ പല പ്രാവശ്യം എന്നെ അടുത്ത് വിളിച്ചെങ്കിലും എനിക്ക് അടുത്ത് ചെല്ലാൻ പറ്റുന്നില്ല. അപ്പോൾ ദൂരെ മാറി തൊഴുതു നിൽക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പോൾ ഭക്തൻ്റെ ഒരു ആദ്യ അനുഭവം ആണല്ലോ അത്, അല്ലേ? നമ്മളിങ്ങനെ ഈ കേരളത്തിലൂടെയോ ഇന്ത്യയിലൂടെയോ ഇതിൽ സഞ്ചരിച്ചാലും നമുക്ക് കാണാവുന്ന വലിയൊരു ഭാരതീയ സങ്കല്പ ആചാരമാണ് തൊഴുതു നിൽക്കുന്ന ഭക്തർ. അപ്പോൾ അവർ ദൈവത്തെ ഭയപ്പെട്ടിട്ടാണ് തൊഴുതു നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൂരെ മാറി. ഭയഭക്തി എന്നാണല്ലോ പറയുന്നത്. അതെ അതെ, ഭയഭക്തി. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ ഈ വരികൾ വളരെ കറക്റ്റാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എൻ്റെ അനുഭവം, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യൻ്റെയും അനുഭവം ഭയഭക്തിയോടുകൂടി തൊഴുതു നിൽക്കുന്ന അനുഭവമാണ്. ആ അനുഭവത്തിൽ നിന്ന് വളരണം നമ്മുടെ ദൈവാനുഭവം, ദൈവബന്ധം. അതാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. അതായത് ആബാ, പിതാവേ എന്ന് വിളിക്കുന്ന ഒരു ബന്ധം. ഒരു കൊച്ചു കുഞ്ഞ് ഒരു ഭയവുമില്ലാതെ ആശങ്കയില്ലാതെ സർവ്വസ്വാതന്ത്ര്യത്തോടും കൂടി അപ്പൻ്റെ മടിയിലിരുന്നു കൊണ്ട് പിതാവെ അല്ലെങ്കിൽ ചാച്ച, പപ്പ അല്ലെങ്കിൽ ഡാഡി എന്നൊക്കെ വിളിക്കുന്ന ആ വിളിയുടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ ഒരു ബന്ധത്തിൻ്റെ ആവിഷ്കാരം ഉണ്ടല്ലോ, അതിലേക്ക് ദൈവമനുഷ്യ ബന്ധം വളരണമെന്നാണല്ലോ ഈശോ പഠിപ്പിച്ചത്. സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിലും എല്ലാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പത്തെ മനുഷ്യൻ്റെ ദൈവ ബന്ധം തൊഴുതു നിൽക്കുന്ന ഭയഭക്തി ബഹുമാനത്തോടെ ദൂരെ മാറി തൊഴുതു നിൽക്കുന്ന ബന്ധം. എന്തുകൊണ്ട് അങ്ങനെ തൊഴുതു നിൽക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ തൻ്റെ കുറവുകളെക്കുറിച്ചും ബലഹീനതകളെക്കുറിച്ചും പാപപ്രവർത്തികളെക്കുറിച്ചും ഒക്കെയുള്ള അതിനെ ദൈവം എങ്ങനെ സ്വീകരിക്കും, ദൈവം അതിനുവേണ്ടി എന്തൊക്കെ നമ്മോട് ആവശ്യപ്പെടും, അല്ലെങ്കിൽ എന്ത് ശിക്ഷ കിട്ടും, ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഒരു ഭക്തനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് യേശുവിലൂടെ വെളിപ്പെട്ട ദൈവത്തെ കാണാത്തിടത്തോളം കാലം യേശുവിൻ്റെ മുഖത്ത് നോക്കി, അതും കുരിശിലെ യേശുവിൻ്റെ രുധിരം കലർന്ന കരുണാകടാക്ഷം കാണുന്നത് വരെ ഏതൊരു ഭക്തൻ്റെയും അകലം വളരെ ദൂരെയാണ്. ദൈവത്തോട് അടുക്കാൻ പറ്റാത്ത ദൂരത്തിൽ നിന്ന് തൊഴുതു നിൽക്കാൻ മാത്രം കഴിയുന്നൊരവസ്ഥയാണ്. ഈ ശിക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കൺസെപ്റ്റ് നിത്യത തീർക്കുന്ന നിമിഷങ്ങളിൽ കൂടി അച്ഛൻ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് ഒരാൾ എന്നോട് ഈ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തു. അപ്പോൾ ഓരോ എപ്പിസോഡിലും അത് പൂർണ്ണമായി വരുന്നുണ്ട്. ഈ ദൈവത്തിനോടുള്ള ഭയമല്ല, ദൈവം നമ്മളെ ശിക്ഷിക്കുകയില്ല, നമ്മൾ രക്ഷിക്കും എന്നുള്ള വിശ്വാസം തീർച്ചയായിട്ടും വരുന്നുണ്ട് അതിനകത്ത്. അച്ഛന് ഈ വരികൾ എഴുതിയപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കാത്തതിലുള്ള സങ്കടം ഇപ്പം തീർന്നു കാണുമെന്ന് ഞാൻ ഓർക്കും. എനിക്ക് ആദ്യകാലത്ത് ഇച്ചിരി സങ്കടം തോന്നിയായിരുന്നു, എൻ്റെ വരികൾ വന്നില്ലല്ലോ. പക്ഷേ അതിനെക്കുറിച്ച് സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം ഒരുപക്ഷെ അതിനേക്കാൾ സാധാരണക്കാർക്ക് പ്രിയപ്പെട്ട വരികളാണ് വന്നിരിക്കുന്നത്. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ധ്യാനത്തിൽ ഒത്തിരി ഇത് പാടി കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. നമുക്കിതിൻ്റെ ചരണവും കൂടി ഒന്ന് കേട്ട് നോക്കാം. എന്നോട്
നാൾ ക്രൂശിതനെ നോക്കി നിൽക്കെ അവൻ എന്നോട് മധുരമായിട്ട് ചൊല്ലുക. അതെൻ്റെ ഒരു തോന്നലാണത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയൊരു വെളിപാടാണ്. അപ്പോൾ ക്രൂശരൂപത്തിലേക്ക് നോക്കി നിന്നപ്പോൾ ഒരു പ്രത്യേക അവസരത്തിൽ എനിക്ക് കിട്ടിയൊരു വെളിപാട്. ആ വെളിപാടിലൂടെ ഈശോ എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുകയാണ്. ഒരു നാൾ ക്രൂശനെ നോക്കി നിൽക്കെ അവൻ എന്നോട് മധുരമായിട്ട് ചൊല്ലുകയാണ്. എന്താണ്? ഇതിലേറെ എന്ത് ഞാൻ ചെയ്യേണ്ടത് നിങ്ങളെ സ്നേഹിച്ച സാക്ഷ്യത്തിനായി. അപ്പം ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയുള്ളൂ, ഒരിക്കലും തള്ളിക്കളയുകയില്ല, അവഗണിക്കുകയില്ല എന്നുള്ളതിന് ഇതിനപ്പുറം എന്ത് സാക്ഷ്യമാണ് ഞാൻ ഇനി തരേണ്ടത് എന്ന് കർത്താവ് എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ദൈവം ഒരു കാര്യം പറയുക മാത്രമല്ല, ആ പറയുന്നതിനെ തൻ്റെ ജീവിതം കൊണ്ട് സ്ഥിരീകരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? പറഞ്ഞാൽ മാത്രം പോരാ, പറയുന്നതിനെ ഒരു സ്ഥിരീകരിക്കണമല്ലോ, ഉറപ്പിക്കണം. അതെ, ജീവിതം കൊണ്ട് സ്ഥിരീകരിക്കണം. അപ്പോൾ ജീവിതം കൊണ്ട് സ്ഥിരീകരിച്ച് തരികയാണ് കുരിശിൽ. അപ്പോഴാണ് ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു അറിവ് ഒരാൾക്ക് കിട്ടുന്നത്. അപ്പം ആ അറിവ് കിട്ടുമ്പോൾ ആ അറിവിൻ ആശ്രയിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടാകും. ആ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വിശ്വാസം ഉണ്ടാകും. അതിനാണ് സത്യവിശ്വാസം എന്ന് പറയുന്നത്. അല്ലാത്ത ദൈവവിശ്വാസങ്ങളെല്ലാം ഒരു ഊഹാഭോഗത്തിൽ നിന്നുള്ള വിശ്വാസമാണല്ലോ. എനിക്ക് വെറുതെ ഊഹിച്ചാൽ പോരാ, ആരെങ്കിലും പറഞ്ഞതങ്ങ് വിശ്വസിച്ചാൽ പോരാ. എനിക്ക് ദൈവം തെളിവ് തരികയാണ്, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിൻ്റെ പക്ഷത്താണ്. കുരിശ് കിടന്നുകൊണ്ട് പറയാണ്, പിതാവേ ഇവർ ചെയ്തെന്തെന്ന് ഇവരറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം കുരിശ് തറച്ചവൻ്റെ പക്ഷത്ത് നിൽക്കുക. അപ്പോൾ പിന്നെ ഇതിനപ്പുറം എന്ത് തെളിവ് തരാൻ പറ്റുന്നു? അതുകൊണ്ട് ഇതിനപ്പുറം ഒരു തെളിവും തരാനില്ല. ഇത്രയും തെളിവ് തന്നിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അൺകണ്ടീഷണൽ ലവ്. അതിനെ വിശ്വസിക്കാൻ എല്ലാ ന്യായവും എനിക്കുണ്ട്. ആ ന്യായങ്ങളെല്ലാം അവതരിപ്പിക്കാതെ സാക്ഷ്യത്തിലൂടെ. അപ്പം അതുകൊണ്ടാണ് ഇതിലേറെ എന്ത് ഞാൻ ചെയ്യേണ്ടു നിങ്ങളെ സ്നേഹിച്ച സാക്ഷ്യത്തിനായി. ഭയം മാറാൻ അവിടെയാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ, സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു, ഭയം ശിക്ഷയെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ ശിക്ഷയെക്കുറിച്ച് ഭയമുള്ളവൻ സ്നേഹത്തിൽ ഒരിക്കലും വളരുകയില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അടുക്കില്ലെന്നാണ്, ഒരു പരിധി വിട്ട് അടുക്കില്ല. അപ്പോൾ ദൈവത്തോട് വലിയൊരു ഗാഢമായ ബന്ധം ഉണ്ടാകണമെങ്കിൽ ആ ഭയം നീങ്ങണമല്ലോ. അതാണ് യേശു നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ഞാൻ അച്ഛൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഇപ്പോൾ ഓർത്തുപോയി. വിശ്വാസം, സത്യവിശ്വാസം, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അത് കറക്റ്റായത്. ഈ പാട്ടുകളിലൂടെ നമ്മൾ ഒരു പ്രബോധനം കൊടുക്കുന്ന ഒരു രീതി നമ്മൾ ആവിഷ്കരിച്ചത് മനുഷ്യരത് പൂർണ്ണമായിട്ട് അംഗീകരിച്ച് വരുന്നതായിട്ട് എനിക്ക് പല ഫീഡ്ബാക്കും. പാട്ടുകൾ പ്രബോധനം കൊടുക്കുവാൻ പറ്റിയ ഒരു മാധ്യമമാണ്. നമ്മുടെ ചലച്ചിത്രഗാനങ്ങൾ എടുത്തു നോക്കി, എന്തുമാത്രം പാട്ടുകളാണ് ഫിലോസഫിക്കലായിട്ട്, ദൈവത്തെ നിഷേധിക്കുന്ന പാട്ടുകൾ, ദൈവത്തെ ഇല്ലേ, പല രീതിയിലുള്ള പാട്ടുകൾ, അതെല്ലാം മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പാട്ടുകളിലൂടെ ശരിക്കുള്ള കാര്യവിചാരം നടക്കുന്നുണ്ട്, ശരിക്കുള്ള പ്രബോധനം നടക്കുന്നുണ്ട്. തെറ്റായ പ്രബോധനങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട്. അപ്പോൾ ആ തെറ്റായ പ്രബോധനങ്ങൾ നടക്കുമ്പോൾ ഈ പാട്ടുകളെ തന്നെ ഉപയോഗിച്ച് ശരിയായ പ്രബോധനം നടക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ ആ സത്യവിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ഗാനമായിട്ട് ഇത് നമുക്ക് എന്നാ ഒരു മൈൽ സ്റ്റോണാണ്. ഈ ഓരോ പാട്ടുകളും മനുഷ്യനെ ഇങ്ങനെ എണ്ണി സത്യവിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഓരോ ആവിഷ്കാരങ്ങളാണ്. നമുക്ക് ഈ പാട്ടൊന്ന് മുഴുവനായിട്ട് കേട്ടു നോക്കാം. ആത്മാവിൻ ആഴങ്ങളിൽ അറിഞ്ഞു
എന്തോരാനന്ദം എന്തോരാനന്ദം ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യസ്നേഹം നിറഞ്ഞ തലോടലായി എൻ്റെ ഈശോയേ. രുധിരം കലർന്ന നിന്റെ കരുണ കടാക്ഷമൊന്നിൻ ഹൃദയം കവർന്നതല്ലേ ഇന്നീ ആനന്ദം. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യസ്നേഹം നിറഞ്ഞ തലോടലായി എൻ്റെ ഈശോയേ. ഏതായാലും ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞ നിൻ ദിവ്യസ്നേഹം നിറഞ്ഞ തലോടലായി, ഈ പാട്ട് അച്ഛൻ്റെ ആണോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പാട്ട് എൻ്റേതായിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് കഴിയുന്നിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷവും ഈ എപ്പിസോഡിലൂടെ ഞാൻ അറിയിക്കട്ടെ. എന്താണെങ്കിലും ഒരു കൺഫ്യൂഷൻ ഒഴിവായല്ലോ. അച്ഛൻ്റേതല്ലാത്ത ഒരു രചന അച്ഛൻ്റേതാണെന്ന് പറഞ്ഞ് മനുഷ്യർ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയും അച്ഛൻ്റെ രചനയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ അത് വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഈ മനോഹരമായ ഈ വരികൾ ഒരിക്കൽ കൂടി അച്ഛൻ്റെയാണെന്ന് അറിയിച്ചു തന്നതിന് അച്ഛന് എല്ലാവിധ. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. സങ്കൽപ്പമാശങ്കപാകി എന്തോരാശ്ചര്യം